കീഴല്ലൂർ പഞ്ചായത്തിലെ വളയാൽ മാപ്പളാർ കുന്നിന് താഴെ വെള്ളം കയറി ഒറ്റപ്പെട്ടത് 5 കുടുംബങ്ങൾ. ഇവയിൽ ഒരു വീട് പൂർണ്ണമായും തകർന്നു. വെള്ളം കയറുന്നതിനിടെ വീട്ടുകാരെ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. മാപ്പിളയാർ കുന്നിന് താഴെ തോടിനോട് ചേർന്നു കിടന്ന കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടത്. തോട് കരകവിഞ്ഞു തുടങ്ങിയതോടെ ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിയോടെ വീട്ടിലുള്ളവരെയൊക്കെ മാറ്റിപ്പാർപ്പിച്ചു തുടങ്ങിയിരുന്നു. പിന്നീട് പെട്ടെന്നാണ് പ്രദേശത്ത് വെള്ളം ഉയർന്നത്. ഒരാളേക്കാൾ ഉയരത്തിലാണ് വീടുകളിൽ പോലും വെള്ളം കയറിയത്. വെള്ളം കയറി വളയിൽ വളപ്പ് കുമാരന്റെ വീടാണ് തകർന്നു വീണത്. മുൻവശം കോൺക്രീറ്റ് ചെയ്തതും ബാക്കി വരുന്ന ഭാഗം ഓടിട്ടതുമാണ്. ഇതിൽ ഓടിട്ട ഭാഗമാണ് തകർന്നു വീണത്. മുറികളും അടുക്കളയുമൊക്കെ ഉൾപ്പെടുന്ന വീടിന്റെ പ്രധാന ഭാഗമാണ് ശക്തമായ മഴയിൽ തകർന്നു വീണത്. എത്രത്തോളം വെള്ളം കയറിയെന്ന് നോക്കാൻ വീട്ടുകാരൻ അവിടെ എത്തി മടങ്ങി മിനിറ്റുകൾക്ക് ഉള്ളിലാണ് വീട് നിലം പതിച്ചത്. വെള്ളം കയറി ഫുള്ള് ലെവലിലെത്തി. ഞാൻ ഇതിന് സാധനങ്ങളിലെടുത്ത് മാറ്റിയിട്ട് ഇങ്ങോട്ടേക്ക് പോയിട്ട് കുറച്ചപ്പുറം ഒരു 3 മിനിറ്റ് ഗ്യാപ്പിലാണ് പൊളിഞ്ഞു വീണത്. പെട്ടെന്ന് അങ്ങനത്തെ വെള്ളം കയറി ഒരു ലെവലിലെത്തുമ്പോഴത്തേക്ക് തന്നെ പൊളിഞ്ഞു വീണത്. വീട്ടിലാരുമില്ല. വീട്ടിൽ എല്ലാവരെയും ഒഴിപ്പിച്ചു. പറിച്ചൊക്കെ 3 മണിക്ക് തന്നെ വെള്ളം കയറുന്ന കണ്ടപ്പോൾ തന്നെ എല്ലാവരെയും എടുത്ത് മാറ്റി. കണക്കാക്കുന്ന ഇപ്പോൾ എല്ലാം നോക്കിയാലേ പിന്നെ വിലപ്പെട്ട പേപ്പറും കാര്യവും രേഖകളും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം പേടിയാൻ നോക്കണ്ടെങ്കിൽ ഇതെല്ലാം വന്ന് ലെവലാക്കി നോക്കിയാലേ തിരിയും. എല്ലാം അടിയിലായില്ലേ, മണ്ണിനുള്ളിലായില്ലേ. പ്രധാനപ്പെട്ട രേഖകൾ ഉൾപ്പെടെ വിലപിടിച്ച പലതും വീടിനുള്ളിലുണ്ടായിരുന്നു. സമീപത്തെ വളയിൽ വളപ്പ് പ്രജീഷിന്റെ വീടിന് വിള്ളൽ വീഴുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രദേശത്തെ വീട്ടുകാരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബുധനാഴ്ച രാവിലെ വീട്ടിൽ കയറിയ വെള്ളം ഇറങ്ങിയതോടെ വീട്ടുകാരും സന്നദ്ധ പ്രവർത്തകരുമൊക്കെ എത്തി വീടുകൾ ശുചിയാക്കി തുടങ്ങി. വഴികളിലുള്ള വെള്ളം ഇറങ്ങാത്തതിനാൽ പ്രദേശത്തേക്ക് എത്തിപ്പെടാൻ ഇപ്പോഴും പ്രയാസമുണ്ട്. കീഴല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KV മിനിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.